ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് നമ്മളിന്ന് ജർമ്മനിയിലേക്ക് പോകണം. അപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജർമ്മനിയിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് വിസയാണ്. എനിക്ക് ഇന്ത്യ ടു ജർമ്മനി ഒരു വ്ലോഗ് ചെയ്യണമെന്ന് നേരത്തോട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്കത് ചെയ്യാൻ ഇന്ന് ഒരവസരം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 17 നൈറ്റ് 12 മണിക്ക് ഇവിടുന്ന് പോവുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ മോർണിംഗ് 7:50ക്കാണ്, ജൂലൈ 18 മോർണിംഗ് 7:50ക്കാണ് ഫ്ലൈറ്റ്. 4:30 ഒക്കെ ആകുമ്പോഴത്തേന് ചെക്ക് ഇൻ ചെയ്യണം. അപ്പം ആ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അങ്ങനെ ഞങ്ങളൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് 12:15 ആയപ്പോൾ ഇറങ്ങി. എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞു ഞാൻ നേരെ എയർപോർട്ടിലേക്ക് കയറി. പിന്നീടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആരും തന്നെ ഇച്ചിരി നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ, ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ തന്നെ എയർപോർട്ടിനുള്ളിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ എയർപോർട്ടിനകത്തോട്ട് കയറി ഗേറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഇമിഗ്രേഷൻ ഒന്നുമില്ല നമുക്ക്. ഞാൻ എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് എടുത്തത്. അപ്പം ഇവിടുന്ന് ഡയറക്റ്റ് ബോംബെ ടു ഫ്രാങ്ക്ഫർട്ടാണ് ഫ്ലൈറ്റ്. അപ്പം ബോംബെയിലാണ് ഈ ഇമിഗ്രേഷനൊക്കെ ഉള്ളത്. ലഗേജൊക്കെ തനിയെ ട്രാൻസ്ഫർ നമുക്ക് ഫ്രാങ്ക്ഫർട്ടിൽ ചെന്നിട്ട് കളക്ട് ചെയ്താൽ മതി. അങ്ങനെ ഓരോ ഫ്ലൈറ്റിനും ഓരോ സ്ഥലത്താണ്. അപ്പം എയർ ഇന്ത്യയുടെ ആയതുകൊണ്ടാണ് നമുക്ക് മുംബൈയിലോ ഡൽഹിയിലോ ഒക്കെ ആയിരിക്കും മിക്കവാറും ലേവർ വരാറ്. പിന്നെ എമിറേറ്റ്സ് ആണെങ്കിൽ ദുബായിൽ വരും, ഗൾഫ് എയർ ആണെങ്കിൽ ബഹ്റൈനിൽ വരും. അങ്ങനെ ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പം സമയം 5 ഉള്ളൂ, 4:30 ആയതേ ഉള്ളൂ. അപ്പം ഏതായാലും 6:50 ഉള്ളൂ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ യൂണിമണിയുടെ എൻ്റെ നിയോയുടെ കാർഡാണ്. നിയോയുടെ 4X കാർഡുണ്ട്. അപ്പോൾ ഇവിടെ ലോഞ്ച് ആക്സസിബിൾ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഞാനവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിയോയുടെ ഗ്ലോബൽ കാർഡ്, നിയോയുടെ 4X കാർഡ് 50,000 റുപ്പീസ് ഇൻ്റർനാഷണലി സ്പെൻഡ് ചെയ്താൽ മാത്രമേ അത് ആക്സസിബിൾ ആകത്തുള്ളൂ. അപ്പം എൻ്റേത് ഫ്രഷ് കാർഡായിരുന്നു, അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി 50,000 ഒക്കെ സ്പെൻഡ് ചെയ്ത് ഇൻ്റർനാഷണൽ സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലോഞ്ച് ആക്സസ് ഉപയോഗിക്കാം. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇവിടെ ഏതായാലും ഇനി 1 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞാൻ നേരത്തെയാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫ്ലൈറ്റ്. അപ്പം ബാക്കി ഞാൻ വീഡിയോസ് കാണിച്ചു തരാം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വന്നതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളും പ്ലെയിൻ പോകുന്നതും ഒക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. എന്നിട്ട് ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഉറങ്ങാൻ സാധിച്ചില്ല. പ്ലെയിൻ മിസ്സായാലോ എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരുന്നു. എന്നിട്ട് രാവിലെ തന്നെ നേരെ ഉദിച്ചപ്പോൾ തന്നെ നമ്മുടെ ജെറ്റ് നമ്മുടെ പ്ലെയിൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ തന്നെ ബോർഡിങ്ങിനുള്ള അനൗൺസ്മെൻറ്റും അവർ ചെയ്തു. ഞങ്ങൾ ഓരോരുത്തരായി പ്ലെയിനിലേക്ക് കയറി. ചെറിയൊരു വിമാനമായിരുന്നു, ചെറിയൊരു ഡൊമസ്റ്റിക് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വിമാനമായിരുന്നു. എയർ ഇന്ത്യയുടെ ചെറിയ വിമാനമായിരുന്നു. 1 or 2 hour മുംബൈയിലേക്കുള്ള ജേർണി ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫ്ലൈറ്റിലാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത്. പൊതുവെ അങ്ങനെ തന്നെയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തു അതിലിരുന്നു. ഒരു മീലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അത് കാത്തിരുന്ന് പുറത്തേക്ക് നോക്കി കാത്തിരുന്ന് അവസാനം അവർ ആ മീൽ കൊണ്ട് തന്നു. ചെറിയ ഫ്ലൈറ്റാണ്, വലിയ പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് കഴിച്ചത്. ബണ്ണും ഒരു ഓംലെറ്റും പിന്നെ പൊട്ടറ്റോ അങ്ങനെ സാധനങ്ങൾ, ഒരു ബർഗർ പോലെ ഉണ്ടാക്കി ഞാനത് കഴിച്ചു. പിന്നെ ദിവാലിയുടെ ആയതുകൊണ്ട് തന്നെ ദിവാലിയുടെ ഒരു ഗിഫ്റ്റ് ഒരു വൗച്ചർ പോലത്തെ എന്തോ ഒരു സാധനം അവർ തന്നു. അതിലൊരു ക്യാഷ് പോലെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ ബാഗിൽ ടാഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് രണ്ടുമാണ് അവർ ദിവാലി സ്പെഷ്യലായിട്ടൊരു സാധനം തന്നത് നമുക്ക്. കുഴപ്പമില്ലാത്തൊരു ഫ്ലൈറ്റ് ജേണി ആയിരുന്നു. അത്യാവശ്യം ലെഗ് സ്പേസും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ബോറിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ അത് നോക്കിയൊക്കെ ഇരുന്നപ്പോൾ ഉടനെ തന്നെ മുംബൈ എത്തി എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നമ്മൾ കേട്ടു. അങ്ങനെ മുംബൈയിൽ ഇറങ്ങി. അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ് മുംബൈ എയർപോർട്ട് എന്ന് പറയുന്നത്.
ആ എയർപോർട്ടിലൂടെ ഞങ്ങൾ എനിക്ക് അവിടെ വെച്ചൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ബിനോയ് എന്നായിരുന്നു എൻ്റെ പേര്. അവനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് ഫ്രാങ്ക്ഫർട്ട് വരെ യാത്ര ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഓരോ പ്രൊസീജിയറും കഴിഞ്ഞു. ഇമിഗ്രേഷൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിഞ്ഞു. അങ്ങനെ ഓരോ പ്രൊസീജിയർ കഴിഞ്ഞ് ഗേറ്റ് നോക്കി നടന്നുകൊണ്ടിരുന്നു. അത്യാവശ്യം വലിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നടക്കാൻ. ഞങ്ങൾക്ക് കിട്ടിയ ഗേറ്റ് 73 ആയിരുന്നു. അപ്പം അത്രയും ഗേറ്റ്സ് ഉണ്ട് എന്ന് ആലോചിക്കണം. അത്രയും ഗേറ്റ്സ് കവർ ചെയ്ത് ഞങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ബോർഡിങ് ആരംഭിച്ചു. ഞങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ബോർഡിങ് പെട്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ആരംഭിച്ചു. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി. അത്യാവശ്യം വലിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു അത്. അറൗണ്ട് കുറേ പാസഞ്ചേഴ്സിനെ കൺസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു അത്. ഞങ്ങളതിൽ കയറിയപ്പോൾ തന്നെ ഫ്യൂവൽ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഫ്യൂവൽ ചെയ്യുന്നത് കാണുന്നത് ഫ്ലൈറ്റിൽ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പെയ്യെ ഫ്ലൈറ്റിലേക്ക് കയറി. അത്യാവശ്യം വലിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു. അത്യാവശ്യം ലെഗ് സ്പേസും എല്ലാം ഉണ്ടായിരുന്നു. പൊതുവേ ഷൈ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ചമ്മലുണ്ടായിരുന്നു. ആദ്യത്തെ ഫുഡും വന്നു. നമുക്ക് ഉടനെ തന്നെ അതൊക്കെ കഴിച്ചു. എന്തോ ഒരു ബിരിയാണി പോലത്തെ ഒരു സംഭവമായിരുന്നു. ലഞ്ചായിരുന്നു. ലഞ്ചിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ഫുഡ് ഇത് കിട്ടി നമുക്ക്. ബിരിയാണി റൈസും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിക്കൻ്റെ ഒരു ഗ്രേവി പോലത്തെ എന്തോ ഒരു ഐറ്റവും പിന്നെ ഒരു കേക്കും നമുക്ക് ലഭിച്ചു. അത്യാവശ്യം ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു അതും. അതൊക്കെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം അവർ ഈവനിങ് ആയപ്പോഴത്തേന് ഈവനിങ് സ്നാക്കും കൊണ്ട് തന്നു. അതും കുഴപ്പമില്ലാത്തതായിരുന്നു. ഒരു ബ്രെഡും എഗ്ഗും സംതിങ് എഗ്ഗിൻ്റെ എന്തോ ഒരു കറി പോലത്തെ ഒരു സംഭവവും പിന്നെ ഒരു കുനാഫ പോലത്തെ ഒരു സംഭവം പിന്നെ ഒരു കേക്കും അവർ തന്നു. അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരുന്നു. കുറേ നേരം എൻ്റെ സ്ക്രീൻ മാത്രം വർക്കിംഗ് അല്ലാതുകൊണ്ട് വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ഉറങ്ങാൻ കുറച്ച് നേരം എപ്പോഴൊക്കെയോ ഉറങ്ങി, ഇടയ്ക്ക് എഴുന്നേറ്റു, ഇടയ്ക്ക് പുറത്തെ കാഴ്ച കണ്ടു. അങ്ങനെ അവസാനം ജർമ്മനിയിലെത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ജർമ്മനിയിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞാനും ബിനോയും കൂടെ നേരെ വെളിയിലോട്ട് നമ്മുടെ ഹൗസ് ഗ്യാങ് നോക്കിപ്പോയി. ഹൗസ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്നാണ്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലെല്ലാം ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളങ്ങനെ അത് കണ്ട് വെളിയിലേക്ക് നോക്കി വെളിയിലേക്ക് പോയി. അവിടുത്തെ ഇമിഗ്രേഷൻ പ്രൊസീജിയറും ഉണ്ടായിരുന്നു. ലോങ് ക്യൂ ആയിരുന്നു. ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബാഗേജ് ക്ലെയിം ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഉടനെ ബാഗേജൊക്കെ ക്ലെയിം ചെയ്ത് കഴിയുമ്പോഴത്തേനും എൻ്റെ ഫ്രണ്ടിനെ കണക്ട് ചെയ്യാൻ നോക്കി. അവനവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, മീറ്റ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് വെളിയിലേക്ക് പോയി. നല്ല വിശപ്പുള്ളതുകൊണ്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വെളിയിലേക്ക് പോയതും. അങ്ങനെ എയർപോർട്ടിനകത്ത് തന്നെ അത്യാവശ്യം മെക്ഡിയും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുന്നതാണ്. എയർപോർട്ടിൻ്റെ അടിയിൽ തന്നെയാണ് നമുക്ക് റെയിൽ പാത്തും ഒക്കെ ഉള്ളത്. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള റെയിൽവേ സിസ്റ്റവും എല്ലാം എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലും അങ്ങനെയൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അത്ര ഉള്ളു ഗൈസ് നമ്മുടെ ഇന്ത്യ ടു ജർമ്മനി വ്ലോഗും. അപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് ട്രെയിനിലോട്ട് പോകണതിൽ. അപ്പം ഇവിടുന്ന് കുറച്ച് 4 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പം അടുത്ത വീഡിയോസ് ട്രെയിനിനെ കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോസ് ഗൈസ്. അപ്പോൾ ബൈ, ചൂസ്.